പുണ്യനദിയായ പമ്പയിൽ കുളിച്ച് പമ്പാ ഗണപതിയെ വന്ദിച്ചാണ് അയ്യപ്പ ഭക്തന്മാർ നീലിമല കയറ്റം ആരംഭിക്കുന്നത്. ഭാരതത്തിൻ്റെ ആദികാവ്യമായ രാമായണത്തിൽ പമ്പാ നദിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമൻ സഹോദരനായ ലക്ഷ്മണനോടൊപ്പം പമ്പാ നദീതീരത്ത് ശബരി എന്ന താപസിയുടെ ആതിഥ്യം സ്വീകരിക്കുകയുണ്ടായി. ശബരി തപസ്സു ചെയ്ത മലയാണ് ശബരിമല എന്നറിയപ്പെടുന്നത്. പമ്പാ തീർത്ഥത്തിൽ ശ്രീരാമൻ പിതൃതർപ്പണം നടത്തിയതായി രാമായണത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഉദയനുമായുള്ള പോരാട്ടത്തിൽ വീരചരമം പ്രാപിച്ച യോദ്ധാക്കളുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാനായി അയ്യപ്പനും പടയാളികളും പമ്പയിൽ തർപ്പണം നടത്തിയതായി അയ്യപ്പൻ പാട്ടുകളിലും പറഞ്ഞിരിക്കുന്നു. പാപനാശിനിയാണ്, പുണ്യദായിനിയാണ് പരമപവിത്രമായ പമ്പാ തീർത്ഥം. പിതൃബലി തർപ്പണത്തിന് പേരുകേട്ട പമ്പാ തീരം പല മതസൗഹാർദ്ദ സമ്മേളനങ്ങൾക്കും വേദിയായിട്ടുണ്ട്. തീർത്ഥയാത്രക്കാലത്ത് പമ്പയിലെ മണൽത്തിട്ടകളിൽ പർണ കുടീരങ്ങൾ കെട്ടിയുണ്ടാക്കി പുരോഹിതന്മാർ തീർത്ഥാടകരെ പ്രതീക്ഷിച്ചിരിപ്പുണ്ടാകും. അവിടെ അയ്യപ്പന്മാർ പിതൃബലി അർപ്പിക്കുന്നു. പമ്പ വിളക്കും പമ്പാ സദ്യയും അയ്യപ്പ ഭക്തന്മാർക്ക് തീർത്ഥാടന വേളയിൽ ഏറെ അനുഭൂതിയേകുന്ന സന്ദർഭങ്ങളാണ്. ഉദയന്റെ പരമാധികാരത്തെ തകർത്തെറിഞ്ഞ ശേഷം അയ്യപ്പൻ അനുയായികൾക്കു വേണ്ടി പമ്പാ തീരത്ത് ഒരു സദ്യ ഒരുക്കിയതായി പാട്ടുകളിൽ കാണാം. അതിനെ അനുസ്മരിച്ച് പമ്പാ തീരത്തെത്തുന്ന അയ്യപ്പന്മാർ ഒരു അനുഷ്ഠാനമായി തന്നെ പമ്പയിൽ സദ്യയൊരുക്കുന്നു. അവിടെ നടക്കുന്ന സദ്യകളിലെല്ലാം അയ്യപ്പൻ ആതിഥ്യം സ്വീകരിക്കാറുണ്ട് എന്നാണ് വിശ്വാസം. കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം കൊണ്ട് പമ്പാ നദി ദക്ഷിണ ഭാഗീരഥി എന്നുകൂടെ അറിയപ്പെടുന്നു. പമ്പ സദ്യ കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് നടത്തേണ്ട ദീപക്കാഴ്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. ഉദയനെ ജയിച്ചടക്കിയതിലുണ്ടായ ആഹ്ലാദ പ്രകടനത്തിന്റെ അനുസ്മരണമാണ് ദീപക്കാഴ്ച. ഈറ്റ കൊണ്ട് നിർമ്മിച്ച വിളക്കുമാടങ്ങളിൽ ദീപമാലയൊരുക്കുന്നു. സന്ധ്യാവേളയിൽ പമ്പാ നദിയുടെ ഇരു കരകളിലുമുള്ള വിരികളിൽ ആയിരക്കണക്കായ ദീപങ്ങൾ പ്രഭാപൂരം പൊഴിക്കുന്നു. വാഴപ്പോള കൊണ്ടോ ഈറ്റച്ചീന്തുകൊണ്ടോ നിർമ്മിച്ച വിളക്കുമാടങ്ങൾ പമ്പയുടെ കൊച്ചോളങ്ങളിൽ പ്രകാശപൂരം പൊഴിച്ചുകൊണ്ട് ദൂരം സഞ്ചരിക്കുമ്പോൾ സ്ഫടിക നിർമ്മലമായ പമ്പാജലം ആ ദീപരാജിയെ പ്രതിഫലിപ്പിക്കുന്നത് തീർത്ഥാടകരുടെ മനം കവരുന്ന അപൂർവ ദൃശ്യമാണ്. Presented by Chaikari, Kazhakkottam, near Infosys, Thiruvananthapuram.